പോത്തങ്കോട് സുധീഷ് വധക്കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം. കുപ്രസിദ്ധ ഗുണ്ട ഒട്ടകം രാജേഷ് ഉൾപ്പെടെ 11 പ്രതികൾക്കാണ് ജീവപര്യന്തം തടവു ശിക്ഷ വിധിച്ചത്. വിവരങ്ങളുമായി കമലേഷ് ചേരുകയാണ്. കമലേഷ്, കോടതിയുടെ ഈ ശിക്ഷാവിധിയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളെ കാണുകയാണ്. കോടതി വിധിയുമായി ബന്ധപ്പെട്ട് 11 പ്രതികൾക്കാണ് ജീവപര്യന്തം. കേസിനെ ഈ രീതിയിൽ നമുക്ക് ശിക്ഷിച്ചെടുക്കാൻ പറ്റിയത് വിധിയിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിൽ മൂന്നാം പ്രതിയെ തിരഞ്ഞു പോകുമ്പോൾ പോലീസിനെ തന്നെ അതെ, അങ്ങനെ ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് ഒരു പ്രതി ഇതിലെ ഒട്ടകം രാജേഷിനെ അന്വേഷിച്ച് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ശരിക്കും തീർച്ചയായിട്ടും വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. അങ്ങനെ ഒരു ദുഃഖത്തിൻ്റെ ഭാവം കൂടെ ഇതിലുണ്ട്. അവർക്കും കൂടെ ഈ ഒരു വിധി നമ്മൾ സമർപ്പിക്കുന്നു. ഇപ്പോൾ കമലേഷ് വിശദാംശങ്ങളുമായി അവിടെ നിന്ന് ചേരുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കോടതി വിധിയാണ്. പോത്തൻകോട് സുധീഷ് വധക്കേസിൽ 11 പ്രതികൾക്ക് കോടതി ജീവപര്യന്തം വിധിച്ചിരിക്കുന്നു. കമലേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. കമലേഷ്, അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതി വിധി പറഞ്ഞതിനെ തുടർന്ന്, പ്രതികൾക്ക് ശിക്ഷ വിധിച്ചതിനെ തുടർന്ന് സംസാരിക്കുകയായിരുന്നല്ലോ. ഈ കേസിൽ 11 പ്രതികളാണോ ഉണ്ടായിരുന്നത്? ശരത്, തീർച്ചയായും ഈ കേസിൽ ആകെ 11 പ്രതികളാണ് ഉള്ളത്. ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒട്ടകം രാജേഷ്, അതായത് കുപ്രസിദ്ധ ഗുണ്ട ഒട്ടകം രാജേഷ് ഉൾപ്പെടെ 11 പ്രതികളാണ് ഈ കേസിൽ ഉള്ളത്. ഈ 11 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ്റെ ആവശ്യം എന്ന് പറയുന്നത് 1ഉം 3ഉം പ്രതികൾ, അതായത് ഈ കൊല്ലപ്പെട്ട സുധീഷിൻ്റെ കാൽ വെട്ടിയെടുത്ത് അത് പ്രദർശിപ്പിച്ചുകൊണ്ട് ഈ നഗരത്തിൽ കൊണ്ടുപോയി പൊതു സ്ഥലത്ത് വലിച്ചെറിയുകയും അത്രയും ക്രൂരമായ കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. അതിൽ ഈ കാൽ വെട്ടിയെടുത്ത 1ആം പ്രതി സുധീഷ്, അതുപോലെ തന്നെ 3ആം പ്രതി ഒട്ടകം രാജേഷ്, ഈ 2 പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നതായിരുന്നു പ്രോസിക്യൂഷൻ്റെ ആവശ്യം. എന്നാൽ ഈ ആവശ്യം കോടതി നിരാകരിച്ചു. പക്ഷേ മുഴുവൻ പ്രതികൾക്കും 1 മുതൽ 11 വരെയുള്ള പ്രതികൾക്ക് മുഴുവൻ ജീവപര്യന്തം ശിക്ഷ വിധിച്ചു എന്നുള്ളതാണ്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ഗീനാകുമാരി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആവശ്യങ്ങളല്ല, അത് വളരെ ക്രൂരമായ ഒരു കൊലപാതകമാണ് ഈ സുധീഷിൻ്റെ കൊലപാതകത്തിലൂടെ നടന്നിട്ടുള്ളത്. അത് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് സമൂഹത്തിന് ഒരു ഭീതിതമായ ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കുന്ന നിലയിലേക്കാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ വീട്ടിലേക്ക്, അതായത് ഈ പ്രതികളും ഈ കൊല്ലപ്പെട്ടയാളും തമ്മിൽ നേരിട്ട് യാതൊരു ബന്ധവുമില്ല, ഏതെങ്കിലും തരത്തിലുള്ള തർക്കം നിലവിലുണ്ടായിരുന്നില്ല, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. മറ്റൊരാൾ പറഞ്ഞതനുസരിച്ച് വാടക കൊലയാണ് നടന്നിട്ടുള്ളത്. അതായത് ഒരു പരിചയമില്ലാത്ത ഒരാളെ വീട്ടിലേക്ക് കയറി ചെന്ന് കുട്ടികളുടെയും സ്ത്രീകളുടെയും മുന്നിലിട്ടാണ് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുള്ളത്. അത് കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണ്. നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച് ആയുധങ്ങളുമായി എത്തിയുള്ള ഒരു കൊലപാതകമാണ്. അതുകൊണ്ട് തന്നെ ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി തന്നെ ഇത് പരിഗണിക്കണം എന്ന് മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡിജിറ്റൽ തെളിവുകളാണ്. ഇതിൽ നേരത്തെ പ്രോസിക്യൂട്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ 1 മുതൽ 7 വരെ സാക്ഷികൾ ഇതിനകത്തുണ്ടായിരുന്നു. പക്ഷേ ഒരു സാക്ഷി, മുഴുവൻ സാക്ഷികളെയും ഇവർ കൂറുമാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരു സാക്ഷി മാത്രമാണ് ഭാഗികമായെങ്കിലും പ്രോസിക്യൂഷന് വേണ്ടി മൊഴി നൽകിയിട്ടുള്ളത്. ആ നിലയിൽ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രോസിക്യൂഷൻ നടപടിയാണ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് ഈ മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കോടതി വിധിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ കമലേഷ് നൽകിയത്.